വിഷുവിന്റെ എന്താ പറയാ തലേ ദിവസമാണ്, വിഷുവിന്റെ വ്ളോഗാണ് നമ്മളിന്ന് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു, നല്ല അടിപൊളി വിഷു ആശംസിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഓണോ വിഷു ഒക്കെ ആകുമ്പോൾ ചെയ്യണ മാതിരി നമ്മുടെ എന്താ പറയാ വിഷു ഫാമിലി വ്ളോഗാട്ടോ നമ്മളിന്ന് കാണുന്നത്. നമ്മളെല്ലാരും കൂടി ഒന്ന് ഒരുങ്ങിയിട്ട് നമ്മൾ പോണത് ഒരു അടിപൊളി സ്ഥലത്തേക്കാട്ടോ. അല്ല അമ്മ, അപ്പൊ നമ്മൾ എവിടേക്കാ പോണേ? നമുക്ക് പോണ വഴിക്ക് കാണിച്ചു തരാം എവിടേക്കാ പോണേന്ന്. അപ്പൊ നമുക്ക് പറയരുത്, ഒരു എന്താ പറയാ വളരെ ഒരു പ്രധാനപ്പെട്ട ഭയങ്കര ഒരു സ്പോട്ടാട്ടോ അത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പോയി കാണാം. സ്പെഷ്യൽ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ സ്ഥലം. അമ്മു ആദ്യമായിട്ട് തന്നെ കാണുന്നത്. അങ്ങനെ അപ്പൊ നമ്മുടെ ക്യാമറാമാൻ ചേട്ടനുണ്ട്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും കിട്ടാണ്ട് പോവാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുക, പാർക്കുട്ടീന് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കുക. എന്താ അമ്മോ കൈ അനങ്ങാണ്ട് ചൂടേ എന്നാണ്ട് വരും അമ്മ കസാരിട്ട് തന്നെ കറക്കാം. അപ്പോൾ നമ്മള് നേരെ ഡ്രസ്സ് മാറി ഒരുങ്ങി, വല്ലാണ്ട് ഒരുക്കൊന്നുമില്ല ഇപ്രാവശ്യം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ ഡ്രസ്സാണ്. നമ്മൾ ഒരുങ്ങാണ്ട് പോവാ. പിന്നെ പാറക്കുട്ടനെ നമ്മളിപ്പോൾ ഒരുക്കണില്ല, കാരണം ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് മാറ്റായിരിക്കും നല്ലത്, കാരണം ആൾക്ക് പോണ വഴിക്ക് ചിലപ്പോൾ ഉറക്കം വരും, വെള്ളം കുടിക്കേണ്ടി വരും, എല്ലാം കഴിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ കൂടി ആവുമ്പോൾ ഡ്രസ്സൊക്കെ നാശമാവും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവളെ കാറിലെത്തി മാറ്റിയാൽ പോരെ, നമുക്ക് അവിടെ ചെന്നിട്ടായാലും ചെയ്യാം. നമ്മൾ ഇവിടുന്ന് സെറ്റായി പോവാന്ന്. അപ്പൊ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പടയെന്ന് തുടങ്ങാം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആവാട്ടോ. അപ്പൊ പാറക്കുട്ടിനെ താഴെ നിർത്തിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്, കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിട്ട്. അപ്പൊ പോണ സ്ഥലത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവിടെ അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നായി. പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് ദൂരേക്കൊക്കെ പോണത് കൊണ്ട് തന്നെ സാരി പോലത്തെ ഐറ്റംസ് ഞാൻ അങ്ങനത്തെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നാമത്തത് അവിടെ പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യണം, ഇരിക്കണം. അപ്പൊ ഇങ്ങനെ ഇരുന്ന് ആകെ മുഷിയും. പിന്നെ പാറക്കുട്ടിയാണെങ്കിൽ അങ്ങനെ നിൽക്കണ ആളല്ലേ, അപ്പൊ എല്ലാവരും ഓടി നടക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ പിന്നാലെ കൂടുമ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ സെറ്റാക്കി പോയതൊക്കെ ആകെ നാശാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഔട്ട്ഫിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതായതാട്ടോ. ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. അതുപോലെ തന്നെ ഓർണമെന്റ്സും ഇതായതാട്ടോ. ഞങ്ങള് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കുറച്ച് വളകൾ, കുപ്പിവളം മാത്രം മേടിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ കൂടി ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇതേ സെറ്റായി. നമ്മൾ എത്തുന്നത് എവിടെയെന്നറിയോ? ദ ഗ്രേറ്റ്, നമ്മുടെ എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വരിക്കാശ്ശേരി മന. എന്റെ പൊന്നെനിക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട്, ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ഷൂട്ടിലേക്ക് നമ്മൾ കടക്കാണ്. അപ്പൊ എന്തായാലും ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു, പുറത്തുനിന്നുള്ള ആളുകളൊക്കെ നിറയെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ശനി ഞായറൊന്നും വരണ്ടെന്ന് അവർ പറഞ്ഞത്. അത്രയധികം ആൾക്കാരും, ഓൾറെഡി വെക്കേഷൻ അല്ലേ. പിന്നെ നമ്മൾ ഇന്ന് തന്നെ കുറെ ആൾക്കാരുണ്ട്. നമ്മള് കുറെ ആളുകളൊക്കെ മാറി നിന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിറയെ ആൾക്കാരായിരുന്നു. ഉച്ചരിഞ്ഞപ്പോ നിറച്ചായിരുന്നു. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അവിടെ തന്നെ ഉള്ളിൽ ചെറിയൊരു സ്നാക്സും അതുപോലെ തന്നെ ഷോപ്പ്, ജ്യൂസ് ഒക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയത്, കാരണം കാലത്ത് അധികം കഴിക്കാതെയാണ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് എന്റെയും ഞങ്ങളുടെ ചേട്ടന്റെയും. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് ഫോട്ടോ കൂടി എടുക്കണം, വേറെ ഔട്ട്ഫിറ്റ് കൂടി കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തു. അത് പിന്നെ നമുക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഫോട്ടോസ് ഒക്കെ. അങ്ങനെ കുറെ ഫോട്ടോസ് എടുത്തു കേട്ടോ. അങ്ങനെ കണ്ടിട്ട് മതിയാവണില്ല, അത്രയധികം സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമ്മളിതേ തിരിച്ചു പോരാ കേട്ടോ. അപ്പൊ ഭയങ്കര നല്ലൊരു രസമായിരുന്നു, കാണാനുണ്ടായിരുന്നു. ഒപ്പം തന്നെ പാറുക്കുട്ടിക്കാണെങ്കിൽ എല്ലാവരും ഓടി നടക്കാൻ പറ്റി. പിന്നെ നമുക്ക് ഒരു എന്താ പറയാ പാട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഡാൻസ് ഒക്കെ. അതൊക്കെ നല്ല അടിപൊളി കോമഡി ഉണ്ട്. നമുക്ക് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു, ബൈ.